ഹായ് ഗായ്സ്, പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് പറയാൻ പോകുന്നത്. അങ്ങനെ വിഷു ഒക്കെ വരുമ്പോഴേക്കും ഡിസൈനർമാർക്കായിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിഷുവിന് ഏത് ജ്വല്ലറി ആയിരിക്കും കൂടുതൽ ഡിസൈനുകൾ ഇറക്കുന്നതെന്നുള്ള കാര്യത്തിലും ഒരു മത്സരമൊക്കെ വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് മൂർത്തീസ് ജ്വല്ലറിയാണ്. ഈ പ്രാവശ്യം എന്ന ഒരു വമ്പൻ ഒരു കോമ്പറ്റീഷനിൽ തന്നെ ചീഫ് ഡിസൈനറായിട്ട് നയനയെ തിരഞ്ഞെടുക്കുകയാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ മുത്തശ്ശനോടായിട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, ഇനി വിഷുക്കാലമൊക്കെ അല്ലേ വരുന്നത്, കൂടുതൽ നല്ല ഡിസൈനുകളൊക്കെ ചെയ്ത് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണം. കഴിഞ്ഞ പ്രാവശ്യം ആ സമയത്ത് നടന്ന കോമ്പറ്റീഷനിൽ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി തന്നെയായിരുന്നു ഫസ്റ്റ്. അന്ന് നയന തന്നെയാണ് ഡിസൈൻ ചെയ്ത ആഭരണങ്ങളാണ് കൂടുതലും പോയത്. അപ്പം മുത്തശ്ശൻ പറയാണ്, ശരിയാണ്, വിഷുവിനും മാർക്കറ്റിൽ നമ്മൾ തിളങ്ങി നിൽക്കണം, ഓണത്തിനും നമ്മളായിരുന്നു മുമ്പിൽ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഒരു കോമ്പറ്റീഷനും കൂടെ വന്നിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ ഒരു 50 ജ്വല്ലറികൾ പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ. അതിൻ്റെ ഇൻവിറ്റേഷൻ മെയിൽ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നിരുന്നു. അപ്പോൾ അതിലും നമ്മൾ പങ്കെടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നമ്മളതിൽ പങ്കെടുക്കണം എന്ന് പറയാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഏത് കോമ്പറ്റീഷനിലും വിജയിക്കും. നയനമോളല്ലേ നമ്മുടെ ചീഫ് ഡിസൈനർ. നയനമോൾ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനുകൾക്കെല്ലാം നല്ല പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏത് കോമ്പറ്റീഷനിലും വിജയിക്കുമെന്ന് മുത്തശ്ശനും പറയാണ്. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ജലജയും ഒക്കെ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, അതെങ്ങനെയാ, ഇനിയിപ്പം ഇവളെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് കോമ്പറ്റീഷനും കൊണ്ടുപോകാൻ പോവാണോ? അങ്ങനെ കൊണ്ടുപോയാലും വിജയിക്കുമെന്ന് എന്താ വെച്ചാൽ ഇത്ര ഉറപ്പ്? ഇവൾ ചെയ്യുന്ന ഈ ഡിസൈനുകളൊക്കെ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് പേർക്കും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് കുറച്ച് പേർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള 50 ജ്വല്ലറികളൊക്കെ പങ്കെടുക്കുന്ന കോമ്പറ്റീഷനിൽ ഇവളെയും കൊണ്ട് പോയിട്ട് എന്താകാനാച്ചാ? വെറുതെ നാണം കെട്ട് നാറി തിരിച്ചു പോരാന്നല്ലേ ഉള്ളൂ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ജലജെ, നിനക്കറിയാൻ മേലാത്ത കാര്യത്തിൽ നീ ഇടപെടണ്ട. നീയും നിൻ്റെ മകനുമൊക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിൻ്റെ മകൻ ആ ജ്വല്ലറിയിൽ ഒരു ജോലിയുണ്ട്, അത് നേരെപ്പാട്ട് നോക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ നീ ജ്വല്ലറിയിലെ കാര്യങ്ങളോ ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങളോ പറയണ്ട. അത് ഞങ്ങളെപ്പോലെ അതിനെക്കുറിച്ച് അറിവുള്ളവർ തീരുമാനിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ ജലജയുടെ വായ അടപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ദേവയാനി ആദർശിനോട് ചോദിക്കുന്നുണ്ട്, ആദർശേ, എന്താ ആദർശേ കോമ്പറ്റീഷൻ, അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഉണ്ടമ്മേ, അടുത്ത ആഴ്ചയാണ് കോമ്പറ്റീഷൻ. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ചധികം ഡിസൈനുകളൊക്കെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. നയനയാണ് അതിനായി പ്രധാനമായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അവരുടെ ഒന്നും ഡിസൈനിൽ യാതൊരു വിശ്വാസവും ഇല്ല. ഞാൻ നയനയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നയനയോട് സ്വയം ഡിസൈൻ ചെയ്യണമെന്ന്. അപ്പോൾ ദേവയാനി പറയാണ്, അത് ശരിയാ ആദർശേ, അവളോട് നീ പറയണം, അവൾ തന്നെ ഡിസൈൻ ചെയ്യണം എല്ലാം. അവളുടെ ഡിസൈനുകളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നല്ലത് തന്നെയാണ്. മറ്റുള്ളവർ ചെയ്താൽ അത്രയൊന്നും ഒക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ കോമ്പറ്റീഷനിൽ പുറകോട്ട് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ നിർബന്ധിച്ച് അവളെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യിക്കണമെന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഓഫീസിൽ ചെല്ലുമ്പം നയനയ്ക്കും ആദർശനും ഒക്കെ ഒരുപാട് വർക്ക് വരെയാണ്. നയനയാണെങ്കിൽ പകലന്തിയോളം ഡിസൈൻ ചെയ്യുകയൊക്കെയാണ് കേട്ടോ. മറ്റുള്ള കുറേ പേരൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിലും നയനയാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. എപ്പോഴും നയനയ്ക്ക് തിരക്കാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാത്ത പോലെയുള്ള തിരക്കാണ്. ദേവയാനിയാണെങ്കിൽ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ കൊണ്ടുവന്ന ഫുഡും ഫുള്ളും നീ കഴിച്ചിട്ടില്ലായിരുന്നു എന്ന് നയനയോട് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അമ്മേ, അത് കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടായിരുന്നു കഴിക്കാഞ്ഞത്. ഓ, നിനക്ക് അത്രയ്ക്ക് തിരക്കാണോ? അതോ ഞാൻ ഉണ്ടാക്കി തരുന്ന ആഹാരം നിനക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? അപ്പോൾ നയന പറയാണ്, അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരം നല്ല രുചിയായിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ല, അടുത്ത കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് കുറേ അധികം തിരക്കുണ്ട്, അതുകൊണ്ടാണ് അമ്മയെന്ന് പറയാണ്. അപ്പോൾ ആ ദേവയാനി പറയുന്നുണ്ട്, പ്രിപ്പറേഷൻ കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ആഹാരമൊന്നും കഴിക്കാതിരുന്നേക്കരുത്. അവസാനം എന്തൊക്കെയായി ആശുപത്രിയിലാകരുത്. കോമ്പറ്റീഷനൊക്കെ അവിടെ നിൽക്കും, പക്ഷേ ആഹാരം നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ നയനയോട് പറയാണ്. അങ്ങനെ ഓഫീസിലാണെങ്കിൽ രാമന്തിയോളം നയന ഡിസൈൻ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശിനെ കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ എല്ലാ ഡിസൈനുകളും ഇഷ്ടമാണ്, പക്ഷേ കുറച്ചുകൂടി കരുതലോടെ ചെയ്യണം. അവിടെ ഒരു 50 ജ്വല്ലറികളാണ് പങ്കെടുക്കുന്നത്. അവരുടെ ആ ഒരു പ്രോജക്റ്റ് കിട്ടുകയാണെങ്കിൽ 200 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ വേറെ പ്രൈസുകളും ഉണ്ട്. മാത്രമല്ല എല്ലാ ചാനലുകളിലും ലൈവായിട്ട് പ്രോഗ്രാം വരികയും ചെയ്യും. ന്യൂസിലും പത്രത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. ഇതുപോലൊരു പ്രമോഷൻ നമ്മുടെ ജ്വല്ലറിക്കോ തനിക്കോ പിന്നെ കിട്ടാനില്ല എന്ന് പറയുകയാണ് കേട്ടോ.
അപ്പോൾ അതേസമയം ഇവിടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും കൂടി ചർച്ചയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ജലജ ഇതൊന്നും അറിയാതെ ദേവയാനിയോട് പറയാണ്, എടത്തി കണ്ടില്ലേ, അവളെ ചീഫ് ഡിസൈനറായിട്ട് കോമ്പറ്റീഷന് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അച്ഛനും ആദർശവും ഒക്കെ. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എടത്തിക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ദേവയാനി പറയാണ്, അവളല്ലേ നമ്മുടെ കമ്പനിയിലെ ചീഫ് ഡിസൈനർ, അപ്പോൾ അവളെയല്ലേ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാണ്, എന്തിനാ അവളെ കൊണ്ടുപോകുന്നത്? ഇവിടെ 4 പേര് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവളെ കോമ്പറ്റീഷനൊക്കെ കൊണ്ടുപോയാൽ നാണം കെട്ട് പോരാന്നല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, കാര്യം ഞാൻ കുറ്റം പറയുകയൊക്കെ ചെയ്യുമെങ്കിലും അവളുടെ ഡിസൈനുകളൊക്കെ വളരെ നല്ലത് തന്നെയാണ്, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവളുടെ നേരെ നിന്ന് അതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. എനിക്ക് അവളോട് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ അവളുടെ ഡിസൈനുകൾ നല്ലതാണ്. അവളെയും കൊണ്ട് പോയാൽ നമ്മുടെ ജ്വല്ലറിക്ക് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ജലജ പറയുന്നുണ്ട്, എടത്തി നമുക്ക് എന്തെങ്കിലും ചെയ്ത് അവളെ ഈ കോമ്പറ്റീഷന് വിടാതിരിക്കാം. ഇനി അവളെ കൊണ്ട് പോയി നമ്മുടെ ജ്വല്ലറിക്ക് ഫസ്റ്റ് കിട്ടിയാൽ തന്നെ എന്താവും അവസ്ഥ? അവളെ പിന്നെ എല്ലാവരും എടുത്ത് തലയിൽ വയ്ക്കും, മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം എടുത്ത് തലയിൽ വയ്ക്കും എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയാണ്, ജലജ നീ അങ്ങനെയൊക്കെ സംസാരിക്കാതെ, എന്തായാലും നമ്മുടെ ജ്വല്ലറിക്കല്ലേ നേട്ടം ഉണ്ടാകുന്നത്, 200 കോടിയുടെ പ്രോജക്റ്റാണ് കിട്ടുന്നത്, അതിനെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ ദേവയാനി. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ്. വീട്ടിൽ വന്നാലും രാത്രിയിലൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് നയന ഡിസൈൻ ചെയ്യാണ് കേട്ടോ. ആദർശ് അപ്പോൾ കാപ്പിയൊക്കെ ഇട്ട് നയനയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നയന പറയാണ്, ഓഹോ ആദർശേട്ടൻ കാപ്പിയൊക്കെ ഇട്ട് എനിക്ക് കൊണ്ടുതരാണോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, താൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, പകൽ മുഴുവൻ ഓഫീസിലിരുന്ന് കഷ്ടപ്പെടുന്നു, ഇപ്പോൾ വീട്ടിൽ വന്നിട്ടും രാത്രി മുഴുവൻ ഡിസൈൻ ചെയ്യുകയാണല്ലോ, ഇങ്ങനെ കഷ്ടപ്പെടുമ്പം തനിക്കൊരു ഗ്ലാസ് കാപ്പി ഇട്ട് ഞാൻ തന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. അങ്ങനെ രാത്രി തൊട്ട് വെളുപ്പിനെ വരുന്ന ഡിസൈൻ ചെയ്തിട്ട് രാവിലെ വീണ്ടും ഓഫീസിലേക്ക് പോവുകയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ആ മത്സരത്തിൻ്റെ ദിവസം അങ്ങ് എത്തുകയാണ് ചെയ്യുന്നത്. കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോവുകയാണ് ആദർശും നയനയും. അപ്പോൾ അന്നത്തെ ദിവസം ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മേ ഇന്ന് ഞങ്ങൾ പോവുകയാണ് ഡൽഹിയിലേക്ക്, നാളെ അവിടെ കോമ്പറ്റീഷനാണ്, അമ്മ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് പറയുകയാണ് കേട്ടോ നയന. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ജ്വല്ലറിക്കല്ലേ നന്മയുണ്ടാകുന്നത്, അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഏതായാലും നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം കോമ്പറ്റീഷൻ്റെ അന്ന് രാവിലെ തന്നെ ദേവയാനി അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടത്തി എന്താ ഇന്ന് അമ്പലത്തിൽ പോകുന്നത്, അവരുടെ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടാണോ? അപ്പം ദേവയാനി പറയാണ്, അതെ നമ്മുടെ ജ്വല്ലറിയുടെ കോമ്പറ്റീഷനല്ലേ, ജ്വല്ലറി മുമ്പിൽ വരണം എന്നുള്ള ആഗ്രഹമാണ്, അല്ലാതെ നയന ബെസ്റ്റ് ഡിസൈനർ ആവണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല എന്ന് പറയാണ്. അത് ജലജയ്ക്ക് എത്ര പിടിച്ചില്ല. ജലജയും അനാമികയും കൂടി പറയാണ്, കണ്ടില്ലേ ഏടത്തിക്കിപ്പം അവൾ ഒന്നാമതാവണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, നമ്മളെ ഏടത്തി പൊട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, ശരിയാ വല്യമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്, ഇപ്പോൾ അവളെ നമ്മൾ കുറ്റം പറഞ്ഞ് ചെല്ലുമ്പം വല്യമ്മ എങ്ങനെയെങ്കിലും അത് തടുത്ത് നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ദേവയാനി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരികയാണ് കേട്ടോ. നയനയുടെ ഡിസൈനുകളൊക്കെ ഒന്നാമതെത്തണേ, എൻ്റെ മോളെ അനുഗ്രഹിക്കണേ എന്നൊക്കെയാണ് ദേവയാനി പ്രാർത്ഥിക്കുന്നത്. അതിനൊക്കെ ശേഷം വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് ഈ കോമ്പറ്റീഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവനവൻ്റെ ഡിസൈനുകളൊക്കെ അവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നയനയുടെ ഊഴം വരികയാണ് കേട്ടോ. അതേസമയത്ത് ഇതെല്ലാം ടി വിയിൽ ലൈവായിട്ട് കാണുന്നുണ്ട് ഒരു ചാനലിൽ, എല്ലാവരും കൂടി ഇരുന്നാണ് കാണുന്നത്. ദേവയാനിയാണെങ്കിൽ ടി വിയുടെ മുമ്പിൽ നിന്ന് മാറിയിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ജലജയ്ക്ക് എത്ര പിടിക്കുന്നില്ല. ജലജ അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, ഏടത്തി എന്തിനാ ഇപ്പം ഈ ടി വി വെച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് കാണാനാ? അപ്പോൾ ദേവയാനി പറയാണ്, കോമ്പറ്റീഷൻ ഇന്നല്ലേ, അതൊന്ന് കാണണ്ടേ? എന്ത് കോമ്പറ്റീഷൻ? അവൾ ഇനി പ്രസൻറ്റ് ചെയ്യുന്നതും പ്രൈസ് മറ്റുള്ളവർക്ക് കിട്ടുന്നതും കാണാനാണോ? അതിനൊക്കെ ശേഷം നമുക്ക് ഫോണിൽ മെസ്സേജ് വരുമല്ലോ, അപ്പോൾ അറിയാം. ഇത് ടി വി അങ്ങ് നിർത്ത്, ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് സഹിക്കുന്നില്ലെന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, ജലജേ നീ ഇത് കാണണ്ട, നീ വേറെന്തെങ്കിലും പണി നോക്കിക്കൂ, എനിക്ക് പക്ഷേ ഇത് കാണണം എന്ന് പറയുകയാണ്. അങ്ങനെ ജാനകിയും അനാമികയും ഒക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഈ വിശേഷങ്ങൾ അറിയാനായിട്ട്. അനാമിക പറയുന്നുണ്ട്, ഇപ്പം കാണാം തോറ്റു തുന്നമ്പാടി വരുന്നത്, അല്ലാതെ അവളുടെ ഡിസൈനൊന്നും ഓൾ ഇന്ത്യ ലെവലിലൊന്നും 1ാം സ്ഥാനത്ത് എത്താൻ പോകുന്നില്ല എന്ന് പറയണം. അതൊന്നും ദേവയാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ദേവയാനി ടി വിയിലേക്ക് നോക്കി തന്നെ ഇരിക്കുമ്പോഴാണ് നയനയുടെ ഡിസൈനുകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്.
നയന വന്നിട്ട് ഓരോ ഡിസൈനുകളും പ്രസൻറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങളൊക്കെ നടത്തുകയും ചെയ്യാണ്. ഓരോ തീമിലുമാണ് നയന ഓരോ ഡിസൈനുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ പറയുമ്പം എല്ലാവരും കൈയടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പം ദേവയാനിയും വീട്ടിൽ നിന്ന് അറിയാതെ കൈയടിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പം ജാനകിയും ജലജയും അനാമികയൊക്കെ എന്താ ഈ സംഭവിക്കുന്നത്, എന്താ ഈ ഏടത്തി കാണിക്കുന്നത് എന്നൊക്കെ നിന്ന് പറയുന്നുണ്ട്. അന്തം വിട്ട് വായും പൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ ജലജ. പക്ഷേ ദേവയാനി നന്നായിട്ട് ആസ്വദിക്കുകയാണ്. അതിനുശേഷം ലാസ്റ്റ് ഏറ്റവും നല്ല ഡിസൈനറെ തിരഞ്ഞെടുത്തു എന്നുള്ള റിസൾട്ട് വരെയാണ് കേട്ടോ. റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനുകൾക്കാണ്. ബെസ്റ്റ് ഡിസൈനറായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനറായ നയനയാണ്. അപ്പോഴേക്കുമാണ് എല്ലാവരും കൈയടിക്കുകയാണ് കേട്ടോ. ആദർശും നയനയൊക്കെ ചാടി എണീറ്റ് കൈയടിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനിയും ചാടി എണീറ്റ് അവിടെ ഇരുന്ന് കൈയടിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴേക്കും അന്തം വിട്ട് നിൽക്കുകയാണ് ജലജയും ജാനകി അനാമികയൊക്കെ. എന്താ ഈ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട്. അപ്പം ചോദിക്കുകയാണ് ജലജ, ഏടത്തി എന്ത് ഏടത്തി കാണിക്കുന്നത്, പരിസരം മറന്ന് കൈയടിക്കുമോ, അവളെ ബെസ്റ്റ് ഡിസൈനറായിട്ട് തിരഞ്ഞെടുത്തപ്പം. ഓ, അപ്പോൾ ദേവയാനി പറയാണ്, ഓ ഞാനതങ്ങ് വിട്ടുപോയി, നമ്മുടെ ജ്വല്ലറിക്ക് 200 കോടിയുടെ പ്രൊജക്റ്റല്ലേ കിട്ടിയത്, ആ സന്തോഷത്തിലാണ് ഞാൻ കൈയടിച്ചത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നേട്ടമുണ്ടല്ലോ. അവൾ അവിടുത്തെ ഒരു ജോലിക്കാരി, അവൾക്ക് ഫസ്റ്റ് കിട്ടിയാലും ബെസ്റ്റ് കിട്ടിയാലും എനിക്കൊന്നുമില്ല, ഞാൻ നമ്മുടെ ജ്വല്ലറിയുടെ നേട്ടം ഓർത്തിട്ടാ ജലജ എന്ന് പറയാണ്. തൽക്കാലം ജലജയ്ക്കും ജാനകിക്കും ഒക്കെ അങ്ങ് ആശ്വാസമാകുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അവിടെ നിന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, ഏടത്തി അവൾക്ക് ഈ ഒരു അവാർഡ് കിട്ടേണ്ടതില്ലായിരുന്നു എന്ന് പറയുമ്പം ദേവയാനി പറയാണ്, അതെ ജലജെ, സത്യം പറയാമല്ലോ ഒരു കാര്യം, എന്തായെന്ന് പറഞ്ഞാലും അവൾ ചെയ്യുന്ന ഡിസൈനുകളൊക്കെ നല്ലതാണ്. ഇപ്പോൾ അവളെ ബെസ്റ്റ് ഡിസൈനറായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആദർശിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് അവളെ മറ്റുള്ളവരാരും തട്ടിയെടുത്തോണ്ട് പോകാത്തത്. ഇല്ലേ അവളെ കൊത്തിക്കൊണ്ട് പോകാൻ വേറെ ജ്വല്ലറിക്കാരും വന്നേനെ. പക്ഷേ ഇപ്പം നമ്മുടെ ജ്വല്ലറിക്ക് ഒരു അസറ്റ് അല്ലേ അവള്, അത് നമ്മൾ മറക്കണ്ട എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. ഈ വാർത്തയൊക്കെ TV-യിൽ കണ്ട് നന്ദുവും ഗോവിന്ദനും കനകയൊക്കെ സന്തോഷിക്കുന്നുണ്ട്. നവിയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നയനയ്ക്ക് ബെസ്റ്റ് ഡിസൈനർ അവാർഡ് കിട്ടുകയും 200 കോടിയുടെ പ്രോജക്റ്റ് മൂർത്തീസ് ജ്വല്ലറിന് കിട്ടുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ അടിപൊളി എപ്പിസോഡുകൾ വരാൻ പോകുന്നേ ഉള്ളൂ. നയനയുടെ വിജയവും അതിനെ സപ്പോർട്ട് ചെയ്ത് ദേവയാനിയും കൂടെ തന്നെ ഉണ്ടാകും കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്